മാസപ്പടി കേസിലും PM ശ്രീ പദ്ധതിയിലും ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട, കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണ വിജയൻ അറിയാം. ബിനോയ് വിശ്വം പ്രതിപക്ഷ നേതാവിനെ പോലെ സംസാരിക്കുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, മാസപ്പടി കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം വീണ വിജയൻ അറിയാം എന്നാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് സംസാരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനവും വരുന്നുണ്ടല്ലോ. വൃന്ദ, മാസപ്പടി കേസിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ നടത്തിയ പ്രതികരണം അത് CPM നേതാക്കളെ പരോക്ഷമായി വിമർശിക്കുക കൂടി ചെയ്യുന്നതാണ്. ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതിവിശ്വത്തിനെ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മാസപ്പടി കേസിൽ മുന്നണിക്ക് അകത്ത് തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. കാരണം മാസപ്പടി വിഷയം അത് വീണ്ടും ഉയർന്നു വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ T വീണയ്ക്കും എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടാണ് CPM നേതാക്കൾ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാർട്ടി കോൺഗ്രസിലടക്കം കേന്ദ്ര CPM നേതൃത്വത്തിന് ഉൾപ്പെടെ ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന വിമർശനമാണ് എന്ന തരത്തിലും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട് പാർട്ടി എന്നുള്ള തരത്തിലുമാണ് നേതാക്കൾ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. T വീണയ്ക്ക് എതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കേസും വിമർശനങ്ങളും ഒക്കെ അത് പാർട്ടിയെ തന്നെ ബാധിക്കുന്ന വിഷയമായിട്ടാണ് CPM കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ എതിരഭിപ്രായമാണ് CPIക്ക് ഉള്ളത് എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും T വീണയ്ക്കുമെതിരെയുള്ള വിഷയങ്ങൾ അത് രണ്ടും രണ്ട് വിഷയമാണ്, രണ്ട് കേസാണ് എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണയ്ക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അത് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പ്രായപൂർത്തിയായിട്ടുള്ളവരാണ്. അവർക്ക് കമ്പനികളിൽ ജോലി ചെയ്യാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അതിൽ കരാറുകൾ ഒപ്പിടാനും ഒക്കെയുള്ള അനുവാദമുണ്ട്. പക്ഷെ അത് പാർട്ടി പ്രശ്നമാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. T വീണയ്ക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതായത് മാസപ്പടി വിഷയം അത് ഒരു LDF വിഷയമല്ല, LDF പരിഗണിക്കേണ്ട വിഷയമല്ല എന്നുള്ളതാണ്. അത് യാതൊരുവിധ സംശയവും ഇല്ലാതെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ ഈ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് എല്ലാവിധ പിന്തുണയും LDF നൽകുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ബിനോയ് വിശ്വത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. മാസപ്പടി വിഷയത്തിൽ ബിനോയ് വിശ്വം യാതൊരു തരത്തിലും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് T വീണയ്ക്ക് അറിയാം, അവർ അത് കൈകാര്യം ചെയ്തോളും. ഇത് കേന്ദ്രം അത് മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ നടത്തുന്ന ഒരു കാര്യമാണ് ഈ മാസപ്പടി വിഷയം എന്നുള്ളതാണ് ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. CPM നേതാക്കളുടെ മുഴുവൻ അഭിപ്രായവും അത് തന്നെയാണ് എന്നുള്ളതാണ്. അതിലൊരു ഭിന്ന അഭിപ്രായം ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകുന്നതിലേക്ക് മന്ത്രി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് ബിനോയ് വിശ്വം പ്രതികരണം നടത്തേണ്ടിയിരുന്നത് ഇത്തരത്തിലായിരുന്നില്ല എന്നുകൂടി മന്ത്രി വിമർശിക്കുന്നുണ്ട്. അതൊരു മുന്നണി യോഗത്തിൽ ബിനോയ് വിശ്വത്തിന് തന്റെ പ്രതികരണം നടത്താമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ ഈ വിഷയം പ്രതികരിക്കേണ്ടിയിരുന്നില്ല ബിനോയ് വിശ്വം എന്നുള്ളതും പറയുന്നുണ്ട്. എന്തായാലും മാസപ്പടി വിഷയത്തിൽ LDF മുന്നണിക്കുള്ളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അതേസമയം തന്നെ പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും നൽകിക്കൊണ്ട് CPM നേതാക്കളും രംഗത്തുണ്ട്. LDFന്റെ വിഷയമാണ് ഇത് മാസപ്പടി എന്നുള്ളത് തന്നെയാണ് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. മറ്റൊരു വിമർശനം ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇടതുപക്ഷ സർക്കാരിനെ പിണറായി സർക്കാർ എന്ന പേരിലേക്ക് മാറ്റുന്നു എന്ന ഒരു പരാമർശം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെയും വിമർശിച്ചുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇന്ന് പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിണറായി വിജയനല്ല, ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ബിനോയ് വിശ്വമാണ് വരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പേരിലായിരിക്കും സർക്കാർ അറിയപ്പെടുക എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPI CPM രണ്ട് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ പദ്ധതി കേരളം അംഗീകരിക്കുമെന്നുള്ളതാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ CPM കടുത്ത എതിർപ്പ് PM ശ്രീ പദ്ധതിയിൽ ഉയർത്തുന്നുണ്ട്. ന്യായമായ ഉള്ള ഒരു കാര്യമാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടത്. അതിൽ ഇനിയും ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്, കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു PM ശ്രീ
പദ്ധതി. അതിലും ഇന്നലെ ബിനോയ് വിശ്വം ചില സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് PM-ശ്രീ പദ്ധതിയിൽ കൈകൊടുക്കാത്തതിന്റെ പേരിൽ ഏകദേശം 1500 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. ആ കണക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇന്നിപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ കണക്കുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിന് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് കണക്കുകൾ ബോധിപ്പിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് ഒരു വിമർശനം എന്ന രീതിക്ക് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. PM-ശ്രീ പദ്ധതിക്കെതിരെ കടുത്ത വിമർശനം CPI ഉന്നയിക്കുന്നതിനെതിരെയും ചില ചോദ്യങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ശിവൻകുട്ടി തന്നെ ചോദിക്കുന്ന ഘട്ടമുണ്ട്. അതായത് ഈ കൃഷി വകുപ്പിലൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഫണ്ടുകൾ സ്വീകരിച്ച് വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും PM-ശ്രീ പദ്ധതിക്കെതിരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് PM-ശ്രീ പദ്ധതി അംഗീകരിക്കുന്ന വിഷയം മുന്നോട്ട് വരുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് CPI ഇത്രയും കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നും മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. CPI മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കൈകൊടുക്കുകയാണെങ്കിൽ പല കേന്ദ്ര നയങ്ങളും കേന്ദ്ര നിലപാടുകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കേണ്ടി വരും എന്നുള്ള ആശങ്കയാണ് CPI സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പാഠപുസ്തകത്തിലടക്കം പല വെട്ടിമാറ്റലുകളും ഉണ്ടാവുകയും പല കൂട്ടിച്ചേർക്കലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തതിൽ വലിയ രീതിയിലുള്ള വിമർശനം കേരളം തുടക്കം മുതൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് NCERT SCERT തന്നെ പുസ്തകം അത് പുതിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംശയമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. PM-ശ്രീ പദ്ധതിയിലും കൈകൊടുത്ത് കഴിയുമ്പോൾ കേന്ദ്രത്തിന്റെ പല നിലപാടുകൾക്കും നിന്നു കൊടുക്കേണ്ടി വരും പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ്. പക്ഷെ അതിന് കൃത്യമായിട്ട് വി ശിവൻകുട്ടി ഇന്നിപ്പോൾ മറുപടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ യാതൊരുവിധ ആശങ്കയുമില്ല. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാലും അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അത് ഈ പാഠപുസ്തകം വെട്ടിമാറ്റുകയും സംസ്ഥാന സർക്കാർ പുതിയതായിട്ട് പാഠപുസ്തകം അടിച്ചിറക്കുകയും ചെയ്ത വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള യാതൊരുവിധ ആശങ്കയും വേണ്ട എന്ന് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിൽ യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത്. അതിനു മുൻപ് PM-ശ്രീ പദ്ധതിയിൽ കൈകൊടുക്കാതിരുന്ന ദിവസം മന്ത്രിസഭയ്ക്ക് ശേഷവും വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്രാൻഡിംഗ് ആവശ്യമായിട്ട് വരും PM-ശ്രീ പദ്ധതി അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ. അതായത് ഈ സ്കൂളുകൾക്ക് മുൻപിലൊക്കെ PM-ശ്രീ പദ്ധതി വക എന്ന് ബോർഡ് വെക്കേണ്ടതായിട്ട് വരും ഈ പദ്ധതി കേരളം അംഗീകരിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത്തരത്തിലുള്ള ബ്രാൻഡിങ്ങിനൊന്നും തങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല എന്നുള്ളത് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. മറ്റെന്തെങ്കിലും ഒരു നയം അല്ലെങ്കിൽ നിലപാടുകൾ കേന്ദ്രത്തിൻ്റെത് ഭാഗത്തായിട്ട് ഉണ്ടാവുകയാണെങ്കിലാണ് പ്രശ്നം. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. അതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1500 കോടിയോളം രൂപ PM-ശ്രീ പദ്ധതിയിൽ കൈകൊടുക്കാത്തതിന്റെ പേരിൽ കേരളത്തിന് നഷ്ടമാകുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്. സർവശിക്ഷ അഭിയാന്റെ കീഴിൽ വരുന്ന അധ്യാപകർക്കൊക്കെ തന്നെ 2 അധ്യയന വർഷമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ കണക്കിലാണ് ഒരു സംശയം ഇന്നലെ CPI മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കണക്കിൽ ഒരു സംശയം വേണ്ട. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് താൻ ബോധിപ്പിക്കാം എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തിന് നൽകിയിരിക്കുന്ന മറുപടി. എന്തായാലും PM-ശ്രീ പദ്ധതിയിലും അതുപോലെ തന്നെ മാസപ്പടി വിഷയത്തിലും മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. CPM-ന് ഒരു അഭിപ്രായവും അതുപോലെ തന്നെ CPI അതിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉയർത്തിയ സംശയങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെ തന്നെ വിമർശന എന്ന രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മറുപടി നൽകിയിരിക്കുന്നത്. അത് CPI-ക്ക് ഇന്നലെ നടത്തിയ പ്രതികരണത്തിന് നൽകിയ ഒരു മറുപടി ആയിട്ട് കൂടി നമ്മൾ കാണേണ്ടി വരും. വൃന്ദ, ശരി. സൂര്യഗായത്രിയാണ് വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.